എന്താ മാഡം വന്നത്? ഹരിയുടെ ഭാര്യ അല്ലേ? ആ അതെ. അതായത് സുജാതയുടെയും രഘുവിന്റെയും മകൾ. മകളല്ലല്ലോ, മരുമകളല്ലേ? പറഞ്ഞു വരുമ്പോ ഞാനും ഹരിയുടെ ഭാര്യയും റിലേറ്റീവ്സ് ആയിട്ട് വരും കേട്ടോ. അതെങ്ങനെ? ആ, രഘുവേട്ടനില്ലേ? രഘുവേട്ടന്റെ ചെറിയച്ഛന്റെ മോളാൻ. അങ്ങനെ ഒരു ബന്ധമുണ്ടാ? എന്നിട്ട് ഈ നേരം വരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. സത്യമായിട്ടും തെറ്റിദ്ധരിച്ചേ. എന്നിട്ട് അങ്ങോട്ട് കയറിയില്ലേ? ആ, ഞാൻ ആദ്യം അങ്ങോട്ടേക്കാ വന്നത്. സുജാത ചേച്ചിയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്തു. ഹരി, നമുക്ക് കുറച്ചൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. എന്താ മാഡം? കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു, വീണ. ഇവിടുത്തെ മോള് വീണയുടെ കുഞ്ഞാണോ ഹരിയുടെ കുഞ്ഞാണോ? അത് വീണയുടെ കുഞ്ഞൊന്നും അല്ല, ഇവന്റെ മോളാ. നിയമപ്രകാരം അങ്ങനെയല്ലല്ലോ. ശരി, ഞാൻ കാര്യത്തിലേക്ക് വരാം. വീണയും വിപിനും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതായത് കല്യാണിയുടെ അച്ഛനും അമ്മയും. അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നേരിട്ടൊരു കോടതി വ്യവഹാരത്തിലേക്ക് കടക്കണ്ട, അതിനു മുമ്പ് നിങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കാന്ന്. എന്തായാലും കൊച്ചിനെ ഞങ്ങൾ വിട്ടു തരികയല്ല. ഇയ്യോടാ, വീണ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴും ഇവിടെ നിയമം ഉണ്ടായിരുന്നു മാഡം. ഇത്രയും കാലം അത് അമ്മയില്ലാതെ വളർന്നപ്പോഴും അതേ നിയമം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ആരും ഇതുപോലെ ഇവിടെ വന്നിട്ടില്ല അമ്മയുടെ സ്നേഹം തിരിച്ചു പിടിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോ നിയമം വന്നു, വക്കീലും വന്നു. ഹരി ഈ കാര്യത്തിൽ കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കണം. ആ കുഞ്ഞിനെ ഇവിടെ നിർത്താനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല. അവരൊരു പരാതി ഫയൽ ചെയ്താൽ നിങ്ങൾക്കത് മറികടക്കാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നോക്ക് മാഡം, എല്ലാ കാര്യത്തിനും നിയമപരമായ വഴിയുണ്ടാവും, മനസാക്ഷിയുടെ വഴിയും ഉണ്ടാവും. വീണ എങ്ങനെയാണെന്ന് ഹരിയുടെയും കല്യാണിയുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ. ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാൻ ഇവരൊക്കെ വീണയോട് എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണയോട്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലില്ല അവള്. അവളിവിടെ കുടിയേറി പാർക്കാൻ വേണ്ടി വന്നു. ആ നേരത്തെ കുഞ്ഞിനോട് പെരുമാറിയത് ഒരു ചെകുത്താൻ പെരുമാറും പോലെയാ. അവക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ? പിന്നെ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? അവളുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത്? ഹരി, എന്തു പറ്റി? ഒന്നുമില്ലടോ. മോളുടെ കാര്യം മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? വീണയുടെയും വിപിന്റെയും ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സാരമില്ലടോ. മോളുടെ കാര്യത്തിന് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ആയിക്കോട്ടെ. അതെന്താ ഹരി, നമ്മുടെ ജീവിതത്തിൽ നിന്ന്
പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞു പോവാത്തെ? എടോ, ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചാല് നമുക്കൊക്കെ എങ്ങനെയാ മനസ്സിന് ഇത്ര ബലം വന്നേ? നമ്മളൊക്കെ എങ്ങനെയാ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത്? നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ വന്നു, നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തു, അതിനെ മറികടന്നു. അങ്ങനെ അത് ശീലമായി. തോൽവികളൊക്കെ പ്രാക്ടീസായിട്ട് കാണാനും ജയിക്കാനുള്ള മത്സരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലുകളൊക്കെ പറയാൻ എളുപ്പം, പ്രാക്ടിക്കൽ ആക്കാനും ബുദ്ധിമുട്ട്. പണ്ട് എനിക്കൊരു സങ്കടം വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അന്ന് അമ്മാവന്റെ മുമ്പിലിരുന്ന് ഒരുപാട് നേരം കരയും. പിന്നെ അവിടെ നിന്നൊരു ഒളിച്ചോട്ടം നേരെ പാടത്തേക്ക്, ആരും കാണാതെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടി പോയിരിക്കും. സങ്കടങ്ങൾ മുഴുവൻ പറയും. ഞാൻ എന്നോട് തന്നെ തർക്കിക്കും. അവസാനം കൊള്ളാവുന്നൊരു ഉത്തരവായിട്ട് പാടത്തെ കാറ്റുവേറ്റ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ കൂടെ ഒരാളിരിക്കല്ലേ. എന്തെങ്കിലും ഒരു സങ്കടം വന്നാ എനിക്ക് തന്നോട് പറയാമല്ലോ, തന്റെ ഈ കൈ ഒന്ന് ചേർത്ത് പിടിക്കാമല്ലോ.